എങ്ങനെയുണ്ട് ഡോക്ടർ? പ്രത്യേകിച്ച് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് സംസാരിക്കുകയോ ഡിസ്റ്റർബ് ചെയ്യുകയോ ചെയ്യാതെ ഗൗതമനെ കയറി കാണാം. ഒരാൾ, അത് മതി. മോള് പോയി കയറി കണ്ടോ? എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അതൊക്കെ വെറുതെയാ. എനിക്കറിയാം എന്റെ ഗൗതമിന് ഒന്നും സംഭവിക്കില്ല. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ ഗൗതമിന് ഞാനുണ്ട്, എന്നും ഉണ്ടാവും. ഗൗതം ആരായാലും ഈ നിധി ഗൗതമിനെ വിട്ടു പോവില്ല. നമ്മൾ ഒരുമിച്ച് ഇനിയും ഒരുപാട് നാള് സുഖമായിട്ട് ജീവിക്കും. നോക്ക് ഗൗതം, ഗൗതം ആഗ്രഹിച്ചതുപോലെ നമുക്ക് 3 കുഞ്ഞുങ്ങൾ പിറക്കും. ഗൗതമിനെ പോലെ ആൺകുട്ടിയും എന്നെ പോലൊരു മോളും ഗൗതമിന്റെ പാറുമ്മയെ പോലെ മറ്റൊരു മോളും. ഗൗതമിന് മക്കളെ കാണണ്ടേ, അവരെ കൊഞ്ചിച്ച് കളിപ്പിക്കണ്ടേ? വേഗം എഴുന്നേറ്റ് വാ ഗൗതം. ഇങ്ങനെ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഗൗതം എഴുന്നേൽക്കണം, പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അല്ലെങ്കിൽ ആരും ഇല്ലാതായി പോകുന്നത് എനിക്കാണ്. എനിക്ക് വേണം എന്റെ ഗൗതമിന്. കുഴപ്പമൊന്നുമില്ലല്ലോ ഗൗതം? എന്റെ ഗൗതമിന് ഒന്നും സംഭവിക്കില്ല, അതെനിക്ക് അറിയായിരുന്നു. ദൈവമേ, ഒരുപാട് നന്ദിയുണ്ട്, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. ഗൗതം ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ഗൗതമിന്റെ ഒപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടാവും. അങ്കിളും അമ്മയും ഞാനും പ്രണവും വസുന്ധര ആന്റിയും എല്ലാവരും കൂടെ തന്നെ കാണും. ഇന്നും ഈശ്വരമംഗലത്തിന്റെ മൂത്തപുത്രന്റെ സ്ഥാനത്ത് ഗൗതം തന്നെ ആയിരിക്കും. അതിലൊരു മാറ്റം ഉണ്ടാവില്ല. അയ്യോ, എന്താ ഈ കാണിക്കുന്നത്? നീ എന്നെ ചതിച്ചല്ലേ? ഞാനൊരു അനാഥനാണെന്ന് അറിഞ്ഞിട്ട് അതെന്നോട് പറയാതെ
ഇത്രയും കാലം നീ എന്നെ വഞ്ചിച്ചു. ഗൗതം, 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 ഇങ്ങനൊന്നും പറയല്ല ഗൗതം. മിണ്ടരുത്. ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചിട്ട് ഒരു നിസ്സാര കാര്യമെങ്കിലും ഞാൻ നിന്നെ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടോ? നീ എന്റേതാണെന്ന് കരുതി എല്ലാം ഗൗതം, എല്ലാം ഞാൻ മറന്നിട്ടില്ലേ? പക്ഷെ നീ ചെയ്തതോ? നമ്മള് സന്തോഷത്തോടെ കളിച്ച് ചിരിച്ചപ്പോഴും തമാശ പറഞ്ഞപ്പോഴും ഞാനൊരു അനാഥനാണെന്ന ചിന്തയായിരുന്നു നിന്റെ ഉള്ളില്. ഒരു ദത്തുപുത്രനാണെന്ന സത്യം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടാ നീ എന്റെ മുമ്പിൽ അഭിനയിച്ചത്. അയ്യോ ഗൗതം, ശരിക്കും നീ എന്നെ ഒരു കോമാളിയാക്കായിരുന്നു നിധി. അയ്യോ ഗൗതം, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക. വേണ്ട, ഒന്നും കേൾക്കണ്ട എനിക്ക്. ഇത്രയും കാലം ഒരു ഫേക്ക് ജീവിതമാണ് നീ എന്റെ ഒപ്പം ജീവിച്ചിരുന്നത്, അല്ലേ? ഞാൻ ഈശ്വരമംഗലത്തെ ദത്തുപുത്രനാണെന്ന് ശിവാനി പറഞ്ഞറിയേണ്ടി വന്നു എനിക്ക്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അനാഥനെന്നും വിളിച്ച് അവൾ ആക്ഷേപിക്കുന്നത് കണ്ടു നിന്നിട്ട് ഇപ്പോ നീ എന്തിനാ എന്റെ അരികിലേക്ക് വന്നേ? അയ്യോ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപമാനം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എന്റെ അച്ഛനും അമ്മയും എന്റെ ആരും അല്ലെന്ന് അറിഞ്ഞ ആ നിമിഷം എന്റെ പാതി ജീവൻ പോയി കഴിഞ്ഞിരുന്നു. പക്ഷെ എന്റെ മുഴുവൻ ജീവനും പോയത് നിനക്കും ആ സത്യം അറിയായിരുന്നു എന്ന് അറിഞ്ഞപ്പോഴാ. ഇപ്പൊ ഈ കിടക്കുന്നത് വെറും ശവാ. അങ്ങനൊന്നും പറയില്ല ഗൗതം, പ്ലീസ്. ശവത്തിന് അങ്ങനെ ബന്ധവും സ്വന്തം ഒന്നുമില്ല. ആരുമില്ല. എന്തൊക്കെയായി പറയുന്നത്? ശിവാനി മുന്നിൽ നിന്ന് എന്റെ നെഞ്ചിൽ കുത്തി. പക്ഷെ നീ സ്നേഹം അഭിനയിച്ച് മുന്നിൽ നിന്നിട്ട് പിറകിലൂടെ വന്ന് മുതുകിൽ കുത്തി. ഒറ്റയ്ക്ക് ജീവിക്കാം, അനാഥനാവാം, ആരുമില്ലാത്തവനാവും, സഹിക്കാം അതൊക്കെ. എന്നാലും ചതിക്കുന്നവരെ കൂടെ കൂട്ടരുത്. എനിക്ക് നിന്നെ കാണാൻ പോലും താല്പര്യമില്ല. കാണണ്ട എനിക്ക്. ഇറങ്ങി പോവാൻ വിളിയില്ല. ഓ, ഇറങ്ങി പോവാനാ പറഞ്ഞില്ലേ? ഇറങ്ങി പോവാൻ. എന്തിനാ ഗൗതം ഇങ്ങനൊക്കെ കാണിക്കുന്നത്? പോ. എന്നെ ഒന്ന് മനസ്സിലാക്ക ഗൗതം, പ്ലീസ്. എന്റെ കൺമുന്നിൽ നിന്ന് പോവാൻ പറഞ്ഞില്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ? എനിക്കൊന്നും കേക്കണ്ട. ഇറങ്ങിപ്പോവാൻ. സ്ട്രെയിൻ എടുക്കല്ല ഗൗതം. ഒന്ന് ഇറങ്ങി പോവാൻ. എന്താ ഗൗതം, എന്ത് നിധി? ദ്രോഹിയാണ് അവള്, വഞ്ചകി. ഇവിടെ എനിക്ക് കാണണ്ട. ഇറങ്ങി പോവാൻ പറഞ്ഞവളോട്. ഗൗതം